ഹണി ബി 2 സെലിബ്രേഷൻസ്. ആസിഫ് അലി ലാൽ ജൂനിയർ കൂട്ടുകെട്ടിൽ 2013 പുറത്തിറങ്ങിയ ഹണി ബിയുടെ രണ്ടാം ഭാഗമാണ് ഹണി ബി 2. 2013 ഇറങ്ങിയ ആദ്യ ഭാഗത്തിൻ്റെ അവസാനം നടക്കുന്ന ചില സംഭവങ്ങളെ കേന്ദ്രീകരിച്ചാണ് ലാൽ ജൂനിയർ ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ കടലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന സെബാനും ഏഞ്ചലും പിന്നീട് അവരുടെ കല്യാണം കഴിച്ചുകൊണ്ട് അവസാനിക്കുന്ന ഒന്നാം ഭാഗം. ആത്മഹത്യാ ശ്രമത്തിനും കല്യാണത്തിനും ഇടയിൽ അവരുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കഥയാണ് ഈ ചിത്രം പറയുന്നത്. ആദ്യ പകുതി എടുത്തു നോക്കുകയാണെങ്കിൽ മച്ചാൻ, ഫ്രീക്ക് എന്നുള്ള വിളികളും വളരെ കുറച്ച് തമാശകളും കുറേയധികം ചെളികളുമായി കടന്നു പോവുകയാണ്. ഒന്നാം ഭാഗത്തിൽ നമ്മെ പിടിച്ചിരുത്തിയ ട്രിപ്പിംഗ് സീനുകളും സൗഹൃദവും ആഘോഷവും ഒന്നും തന്നെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ശ്രീനാഥ് ബാസി, ബാബുരാജ്, ബാലു വർഗീസ് എന്നിവർക്ക് തീരെ സ്ക്രീൻ സ്പേസ് കുറഞ്ഞു പോയതും കോമഡി രംഗങ്ങൾ വേണ്ട പോലെ വർക്കൗട്ടാകാത്തതും പടത്തെ പ്രതികൂലമായി ബാധിച്ചു. പറയത്തക്ക ഒരു കഥയില്ലെങ്കിൽ കൂടി രംഗങ്ങൾ തമ്മിലുള്ള ഒരു ഒഴുക്കോ ബന്ധമോ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. സെബാൻ്റെയും ഏഞ്ചലിൻ്റെയും കുടുംബങ്ങളിലേക്ക് കഥ മാറുമ്പോൾ ആദ്യ ഭാഗത്തിൻ്റെ നിഴൽ മാത്രമായി ഒതുങ്ങുകയാണ് ഹണി ബി 2. ആദ്യ ഭാഗത്തിൽ യൂത്തിനെ ആകർഷിച്ച ഒന്നും തന്നെ നമുക്ക് രണ്ടാം ഭാഗത്തിൽ കാണാൻ സാധിക്കുകയില്ല. ആദ്യ ഭാഗത്തിൽ കണ്ട ആസിഫ് അലിയുടെയും ലാലിൻ്റെയും നിഴലുകൾ മാത്രമാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദീപക് ദേവിൻ്റെ ഗാനങ്ങളിൽ ജില്ലം ജില്ലം, നമ്മുടെ കൊച്ചു കൊള്ളാം, രണ്ടാം പകുതിയിൽ ആകെ കൊള്ളാവുന്നതും ഈ രണ്ട് ഗാനങ്ങൾ മാത്രമാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ തികച്ചും ശരാശരിയോ അതിൽ താഴെയോ വന്ന ഒന്നാം പകുതിയും ശരാശരിക്കും ഒരുപാട് താഴെ പോയ രണ്ടാം പകുതിയും മാത്രമാണ് ഹണി ബി 2 നമുക്ക് സമ്മാനിക്കുന്നത്. നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഹണി ബി 2. ഒരുപാട് പ്രതീക്ഷകളുമായി പോയ ഈ ചിത്രത്തിന് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് 2 ഔട്ട് ഓഫ് 5. കൂടുതൽ സിനിമാ റിവ്യൂസിനും സിനിമാ വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ.